കഴിഞ്ഞ 7 പതിറ്റാണ്ടോളം കാലമായി പല വിധത്തിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഓർമ്മിക്കാനുള്ള പ്രധാന സംഗതി ഇതാണ്. ജനിച്ചു വളർന്ന സാമൂഹ്യ സാഹചര്യവുമായി പൂർണ്ണമായും ബന്ധവിച്ഛേദം ഞാൻ നടത്തി. തെക്കേ മലബാർ പ്രദേശത്തെ ഉയർന്ന ജന്മി കുടുംബങ്ങളിലൊന്നിൽ പിറന്ന ഞാൻ നമ്പൂതിരി സമുദായത്തിൻ്റെതായ കെട്ടുപാടുകൾക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് പൊതുരംഗത്ത് പ്രവേശിച്ചത്. അതേ അവസരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സമരപ്രസ്ഥാനമായും ഞാൻ ബന്ധപ്പെട്ടു. ഇതാണ് എന്നെ ആദ്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റും പിന്നീട് കമ്മ്യൂണിസ്റ്റുമാക്കി ഉയർത്തിയത്. ഈ ഉയർച്ചയുടെ ഫലമായി ഞാൻ എൻ്റെ നമ്പൂതിരിത്വവും ജന്മിത്വവും ഉപേക്ഷിച്ചു. ഏതാനും മാസക്കാലം ജയിലിൽ കിടന്നതിനാൽ ഞാനൊരു സമുദായ ഭ്രഷ്ടനായി. പ്രിയപ്പെട്ട അമ്മ മരിച്ചപ്പോൾ അവരുടെ ശവദാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഞാൻ വിലക്കപ്പെട്ടു. എങ്കിലും സമുദായ ഭ്രഷ്ടനായ എന്നോടൊപ്പമാണ് അമ്മ അവസാന നാളുകൾ കഴിഞ്ഞതെന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജന്മി സമ്പ്രദായത്തിനെതിരായ കർഷക പ്രസ്ഥാനത്തിൽ ഞാൻ സജീവം പങ്കുകൊണ്ടു. എൻ്റെ നേതൃത്വത്തിലുള്ള 2 കേരള ഗവൺമെൻറ്റുകൾ ചേർന്നാണ് കേരളത്തിൽ ജന്മി സമ്പ്രദായത്തിന് അന്ത്യം കുറിക്കുന്ന നിയമനിർമ്മാണം നടത്തിയത്. ഇതിലും ഞാൻ കൃതാർത്ഥനാണ്. എന്നാൽ എന്നെ ഏറ്റവും അധികം കൃതാർത്ഥനാക്കുന്നത് ഒളിവിലിരുന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് നാട്ടിൻപുറങ്ങളിലെ പട്ടിണി പാവപ്പെട്ട കുടുംബങ്ങളിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ 2 തവണ 1940-42 1948-52 എനിക്ക് കഴിഞ്ഞു എന്നതാണ്. അതോടെ ഞാൻ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായി മാറി. ഇതിൽ ആദ്യത്തെ ഒളിവ് ജീവിതത്തിൻ്റെ അവസാനത്തിലാണ് ഞാൻ എൻ്റെ ഭൂസ്വത്തുക്കളെല്ലാം വിറ്റുകിട്ടിയ പണം പാർട്ടിക്ക് കൊടുത്തത്. അതോടെ വിപ്ലവം തൊഴിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റായി ഞാൻ ഉയർന്നു.